ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേജ് നമ്പർ 18 4th ക്വസ്റ്റനിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 4th ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റനിലും ഇത്രയും ടൈപ്പ് ക്വസ്റ്റൻ ചെയ്തതിലും ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കുറച്ച് വലുതാണെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. സോ ഇൻറ്റു ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. ദ പ്രൈസ് ഓഫ് 17 ട്രോഫീസ് ആൻഡ് 16 മെഡൽസ് ഈസ് 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? Okay. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ നമ്പേഴ്സാണ് തന്നേക്കുന്നത് ഇവിടെ. 17, 16, അതുപോലെ തന്നെ 16, 17 നേരെ തിരിച്ച്, അതുപോലെ തന്നെ നമ്പേഴ്സ് 2000-നെക്കാട്ടും മേളിലുള്ള നമ്പേഴ്സുകളാണ് നമുക്ക് തന്നേക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റനിലെ പ്രശ്നം. ഇൻറ്റു ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കി എല്ലാം സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റൻ്റെ ആൻസർ ഡയറക്റ്റായിട്ട് ചെയ്യാം. നമ്മളെങ്ങനെ എഴുതാം? നമുക്ക് ആദ്യമേ ലെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് പ്രൈസ് ഓഫ്, അല്ലേ, നമുക്ക് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രൈസ് ഓഫ് എ ട്രോഫി എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ആൻഡ് പ്രൈസ് ഓഫ് എ മെഡൽ ബി വൈ. ഓക്കെ, ഇത്രയും നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നമ്മൾ ഫോളോ ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പറയുന്നത്? പ്രൈസ് ഓഫ് 17 ട്രോഫീസ്. സോ 17 ട്രോഫീസ് എന്ന് വെച്ചാൽ 17x പ്ലസ് 16 മെഡൽസ് എന്ന് വെച്ചാൽ 16y. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,180 rupees. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞേക്കുന്നത് എന്തോ? ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ്. സോ 16x പ്ലസ് 17 മെഡൽസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2,110. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ സെയിം ആയിട്ടൊന്നുമില്ല. ഇവിടെ 17 ആണ്, ഇവിടെ 16 ആണ്, ഇവിടെ മറ്റേത് നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ നമുക്ക് അങ്ങ് സെയിം ആക്കാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇൻറ്റു 16 ചെയ്യാൻ പോകണം. ഈ ഒരു ഫുൾ ഇക്വേഷൻ ഇൻറ്റു 16ഉം ഈ ഫുൾ ഇക്വേഷൻ ഇൻറ്റു 17 ഞാൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഇൻറ്റു ചെയ്ത് എഴുതാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 16 ഇൻറ്റു 17 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളെ. 272x എന്ന് കിട്ടും. പ്ലസ് മറ്റേത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 256y എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഇൻറ്റു ചെയ്യുക, ഇത് ഇച്ചിരി വലിയ നമ്പർ അല്ലേ, ഇൻറ്റു ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 34880 എന്ന് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 17 ഇൻറ്റു 16 ആണ്. 17 ഇൻറ്റു 16 നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ആ നമ്പർ തന്നെ നമ്മൾ എടുത്തെഴുതുവാണ്. എന്തുവാ? 272x. ഓക്കെ, അതുപോലെ തന്നെ 17 ഇൻറ്റു 17 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? വലിയൊരു നമ്പറാണ്. 289y. ദാറ്റ് ഈസ് ഈക്വൽ ടു, പിന്നെ 17 ഇൻറ്റു ഈ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35870 എന്ന് നമുക്ക് കിട്ടും. ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3യും കിട്ടി, ഇക്വേഷൻ നമ്പർ 4ഉം കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? 3യും 4ഉം തമ്മിൽ ഡയറക്റ്റ് അങ്ങ് മൈനസ് ചെയ്യാൻ പോവാം. സോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കട്ടായി പോവും. ഇത് തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് -33y എന്ന് കിട്ടും. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് നമുക്ക് -990 എന്നും കിട്ടും. ഓക്കെ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. ഓക്കെ, ഇവിടെ എല്ലാം നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ നെഗറ്റീവും കട്ടാക്കി കളയാം. y ഈസ് ഈക്വൽ ടു ഈ 33നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ 990/33 അടിയിൽ വരും. ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് എത്ര കിട്ടും? y ഈസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഓക്കെ, y 30 കിട്ടി. y 30 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഇക്വേഷനിലേക്ക് നമുക്ക് എന്തിട്ട് കൊടുക്കാം? വൈയുടെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഇൻ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, 1ലേക്ക് നമ്മൾ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ നമുക്ക് എന്ത് എഴുതാം? 17x പ്ലസ് 16 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 30 ഇസ് ഈക്വൽ ടു 2180. ഇത് നമുക്ക് ഇൻറ്റു ചെയ്യാം. സോ ഇൻറ്റു ചെയ്യാൻ നേരത്ത് നമുക്ക് 17x പ്ലസ് 480 ഇസ് ഈക്വൽ ടു 2180. ഇനി 480നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് ആകും. 17x ഇസ് ഈക്വൽ ടു 2180 മൈനസ് 480. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 17x ഇസ് ഈക്വൽ ടു മൈനസ് ചെയ്ത് നമുക്ക് 1700 എന്ന് കിട്ടും. അതായത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടിയല്ലോ. സോ ദെയർഫോർ x ഇസ് ഈക്വൽ ടു
എന്ത് കിട്ടും 1700 ഡിവൈഡഡ് ബൈ 17 കൂടെ കട്ടാക്കി കളയുക 1 കിട്ടും. എക്സ് ഇസ് ഇക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എക്സ് ഇസ് ഇക്വൽ ടു 100 കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ദെയർഫോർ പ്രൈസ് ഓഫ് എ ട്രോഫി ഇസ് ഈക്വൽ ടു എത്രയാ നമുക്ക് കിട്ടിയത്? പ്രൈസ് ഓഫ് എ ട്രോഫി എന്ന് പറയുന്നത് 100ഉം അതുപോലെ തന്നെ പ്രൈസ് ഓഫ് എ മെഡൽ എന്ന് പറയുന്നത് നമുക്ക് 31. മെഡലിൻ്റെ പ്രൈസ് 30ഉം അതുപോലെ തന്നെ ട്രോഫിയുടെ പ്രൈസ് 100ഉമാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? മെഡലിന് ചെറിയ വില, ട്രോഫിക്ക് വലിയ വില. ഓക്കെ, കറക്റ്റൊക്കെയാണ്. പിന്നെ നിങ്ങളൊന്നുകൂടെ ചെയ്ത് നോക്കാം. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രമൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ വലിയ നമ്പർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്ത അതേ പാറ്റേണിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പം ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക്